ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ക്വീൻ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാന്നല്ലേ, നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവുക. ഓണമൊക്കെ അല്ലേ വരുന്നേ. അപ്പോൾ നമ്മളൊരു കുട്ടി ഷോപ്പിങ്ങിനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മയും ചേച്ചിയൊക്കെ റെഡിയായി. ഞാൻ ഉണ്ണീനായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഉണ്ണി അവിടെ ഇരിക്കുന്നുണ്ട്, അവളെ റെഡി ആക്കിയിട്ടില്ല. പിന്നെ കിച്ചൺ ഞങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ അവൻ റെഡി ആവുള്ളൂ. കാരണം അവനറിയാം ഞങ്ങളെയും കൊണ്ട് പുറത്തു പോകണമെങ്കിൽ ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടേ കാര്യമുള്ളൂന്ന്. അതുകൊണ്ട് അവൻ അവിടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഒന്ന് കാണാം. പിന്നെന്താ വിശേഷം ഗൈസ്? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. എല്ലാവരും ഓണത്തിന് ഡ്രസ്സ് എടുത്തോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് എന്തായാലും കാണിച്ചു തരാം. വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, നല്ലൊരു കുട്ടി ഷോപ്പിംഗ്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തായാലും റെഡി ആവട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതെ ഗൈസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മുടിയൊക്കെ മടക്കി കെട്ടിയിട്ടാണ് വെക്കാറ്. എല്ലാന്നുണ്ടെങ്കിൽ അവൾ അതൊക്കെ പിടിച്ച് വലിച്ച് ഒരു വകയാക്കും. പോരാത്തതിന് നല്ല ചൂടും അല്ലേ. പിന്നെ അതേ ഞാനിതാ ഈ ഒരു ഷർട്ടും ഈ ഒരു ജീൻസുമാണ് ഇട്ടേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ലൂസുള്ള ഷർട്ടാണ്. പിന്നെ അയൺ ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് പോകാണല്ലോ. ഇപ്പൊ തൊട്ട് അയൺ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ അതാ ഞാൻ മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണി റെഡി ആയിട്ടുണ്ട്. ഉണ്ണീനെ കാണാം. ഇവിടെ ഇരുന്ന് കളിക്കാണ് ഗൈസ്. മമ്മയും കുഞ്ഞും. ദിസ് ഈസ് ഹർ മമ്മ. മമ്മയും കുട്ടിയും കൂടിയിട്ട് ഇതേ കളിച്ചത്. ശോധരി അമ്മയുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ടാറ്റ പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞ പൊന്നാ. ആദ്യം തന്നെ ടാറ്റല്ല ഹായ് പറ. അതെ, സോറി ഗൈസ്, സോറി. ഒരു ഹായ് പറയ്. എന്നിട്ട് നമ്മളെ ടാറ്റ പോവാ പറഞ്ഞു. ടാറ്റ പോവാ പറഞ്ഞോളി. നമ്മുടെ ടോയിനെ കാണിച്ചു കൊടുക്കൂ. അത് കുട്ടിയുടെ ഫേവറേറ്റ് ടോയ് ആണ്. അത് കുട്ടിക്ക് സീനാമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്. എങ്ങനെയുണ്ട് ഉണ്ണിയുടെ ഔട്ട്ഫിറ്റ്? നല്ല രസമല്ല. അതൊരു സ്കേർട്ടും ഷർട്ടും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മെല്ലെ പോവാം. ഞാൻ ജസ്റ്റ് ചേച്ചീനെ കാണിച്ചു തരാം. അവള് സമ്മതിക്കൂല ഗൈസ്. നോ നോ നോ, അവള് സമ്മതിക്കണില്ല. അപ്പൊ ഇനി കിച്ചൺ റെഡി ആയിട്ട് വരട്ടെ. നമുക്ക് കിച്ചണെ കാണാം. എന്നിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. കിച്ചൺ പുറത്തെത്തി ഗൈസ്. നമുക്ക് ആ കാറൊക്കെ തിരിക്കുണ്ടാവും. നമുക്ക് അതൊക്കെ കാണാൻ വരൂ. അവിടെ പോയി അവന് കാണുന്നില്ല ഗൈസ്. കിച്ചണ് കാണാനില്ല. വണ്ടിയൊക്കെ അവൻ തുറന്നിട്ടിട്ടുണ്ട്. എവിടേക്ക് പോയിന്നറിയില്ല. ഇതാ നമ്മുടെ ജൂലി. ഞങ്ങൾ പോയിട്ട് വരാവേ. കിച്ചാ. അപ്പൊ ചേച്ചി ഇതേ ഉണ്ണീനെയും കൊണ്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും ഇവിടെ അച്ചാച്ചന്മാരെയും ദേ അച്ഛമ്മേനെയും പിന്നെ അമ്പലത്തിലും തൊഴുതിട്ടേ പോവാറുള്ളൂ ഇറങ്ങുമ്പം. അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങാം. അമ്മ വാതിൽ പൂട്ടിയിട്ട് പിൻവശത്ത് കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പോകുന്ന യാത്രകളൊക്കെ ഇങ്ങനെ കണ്ട് പോവാം. ഇങ്ങോട്ട് നോക്കൂ, കുഞ്ഞുമണീനെ ഒന്ന് കാണിച്ചേ. കുഞ്ഞുമണി, സുന്ദരി മോളെ, അമ്മയുടെ ഷോത്തിവിടെ. നെഹദി പിന്നെ കാണിക്കാം. അപ്പം നമ്മൾ ഇന്ന് ആദ്യം വെഡിങ് ചോയ്സ് ആണ് പോണത്. എടപ്പാൾ വെഡിങ് ചോയ്സിലാണ് ആദ്യം കയറുന്നത്. നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ആണ് കാര്യമായിട്ട് എടുക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടപ്പാൾ പൊന്നാനി റോഡിലുള്ള പരാഗിൽ പോകും. അവിടെ അത്യാവശ്യം നല്ല മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന് കേട്ടു. നമ്മളിതുവരെ പോയിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ സ്ഥിരം പോകുന്നത് വെഡിങ് ചോയ്സിൽ അല്ലെങ്കിൽ ബ്യൂട്ടി സിൽക്കിലാണ്. അപ്പോൾ വെഡിങ്ങിൽ തന്നെ ആദ്യം കയറി നോക്കട്ടെ. അപ്പോൾ നമ്മളിത് ഏകദേശം എത്താനായിട്ടുണ്ട്. സെൻറ്ററിൽ, എടപ്പാൾ സെൻറ്ററിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിട്ട് കാണിക്കാം. സ്കൂൾ കുട്ടികളൊരു തിരക്കാണ് ഗൈസ്. നമുക്ക് പാർക്കിംഗ് കിട്ടുമെന്ന് അറിയില്ല, നോക്കട്ടെ. സ്ഥലം ഭയങ്കര കുറവാ. ഈ റിക്ഷാസൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കിട്ടും. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അത് കയറില്ല. താഴെ പാർക്കിംഗ് ഇല്ലേ? മാളാണ്, വലിയ പ്രതാപമൊന്നുമില്ലാത്തൊരു മാളാണ്. ഇതാണ് നമ്മളെ വെഡിങ് ചോയ്സ്. അയ്യോ, ചെറിയ ഷോപ്പല്ല കേട്ടോ, ചോയ്സ് വലിയ ഷോപ്പാണേ. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു മാളുണ്ട്. ഈ കാണുന്ന വണ്ടികളൊക്കെ ചോയ്സിലേക്ക് വന്നിട്ടുള്ളതാ. അപ്പം നമ്മളിതേ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. കിച്ചൺ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. നമ്മൾ ഷോപ്പിലോട്ട് കയറട്ടെ.
ഞാൻ മേടിച്ചിരുന്നു. ആര് പറഞ്ഞു? ഇപ്പൊ നമ്മളിതേ ഒരു മെറ്റീരിയൽ ഇതാണ് എടുത്തത്. അതല്ല രസം. ഇങ്ങോട്ട് നോക്കേ, അതെന്റെ പ്രിയപ്പെട്ട മേമ, ഇതെന്റെ പ്രിയപ്പെട്ട അനിയത്തിയാണ് ഗൈസ്. വീട്ടിൽ വരാതെ അവർ കടയിൽ വന്ന് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നു. അപ്പൊ നമ്മള് ഇതാണ് ഒരു പീസ് എടുത്തേക്കണത്. വിഘ്നേഷിനെ കാണിച്ചെടുത്ത് അവനാണ് ഇത് എടുത്തത്. ഇതെടുത്തു. ചേച്ചി ഇതാ വേറെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തല്ല, ഇത് എനിക്ക് അമ്മ എടുത്തതെന്നാണ് ഓണത്തിന്. പിന്നെ ഇത് രണ്ടും ചേച്ചി എടുത്തതാണ്. പിന്നെ ഞാനൊരു മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട് ഗൈസ്. നന്നായി ഗൈസ്. ചോയ്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ വരുന്നവർ ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിട്ടൊക്കെ ഷോപ്പിംഗ് നടത്തിയിട്ട് പോയിക്കോളാം. ഞാൻ ആ പച്ച എടുത്തോ? 3 ഇതിന്റെ കളക്ഷൻ ചെയ്യാൻ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ആ മേമനായിട്ട് മിണ്ട് മേമന്നെ കാണാൻ എത്തിക്കോ. ഇപ്പൊ എത്തിക്കോ മൈൻഡ് ഒക്കെ ഉണ്ടോ? ഇതാരാ നോക്കൂ ഗൈസ്. ഹായ് പറയൂ. കുഴപ്പമില്ല. കിച്ചു ഗൈസ്, ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് ചുരിദാറിൻ്റെ. ഇതൊക്കെ നോക്കൂ. നല്ല മെഹന്തി നൈറ്റിനൊക്കെ ഇട്ട അടിപൊളിയാണ്. അതെ, ഗുലാബിക്കുള്ളത് എല്ലാം ഉണ്ട്. ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട്. ഓവർ റേറ്റും ഇല്ല. ഇതിനൊക്കെ 2000 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. നല്ല വർക്കൊക്കെ ഉണ്ട്. കുഞ്ഞുമണി, അമ്മയുടെ സ്വത്തുക്കുട്ടി അമ്മയുടെ കൂടെ ഡബ് ചെയ്യാനോ? ഏയ്, അവരൊറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ നല്ല നിൽക്കും. മാമിക്ക് കാത്തു നിന്ന് പ്രാന്തായി ഗൈസ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടുന്ന് ചോയ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ചിഞ്ചു ഉണ്ട്, ചേച്ചി ഉണ്ട്. ഇവര് വീഡിയോ കണ്ടപ്പത്തിരിക്കും. ഇതാ മേമ ക്ഷീണിച്ചു ഇരുന്നു. മേമേനും ചിഞ്ചുവിനും ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. എന്തായാലും അവരും ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അവരും എടുത്തു ഡ്രസ്സൊക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി എന്താ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് കളക്ഷൻ കാണിച്ചു. നമ്മൾ എടുത്തതിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും ചെറിയ ബാഗിലാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഒരു ബാഗ് ഫുള്ള് സാധനങ്ങളായിട്ടാണ് നമ്മൾ എപ്പോഴും കടയിൽ വന്നാൽ പോവാറ്. ഉണ്ട് ഒരു കുഞ്ഞതല്ല, അത്യാവശ്യം സാധനം അതിലുണ്ട് ഗൈസ്. ഇപ്പൊ ഞങ്ങള് ഹൗസ്ഫുള്ളായി. വണ്ടി നിറഞ്ഞു ഗൈസ്, വണ്ടി നിറഞ്ഞു. തല മുക്കിട്. അങ്ങനെ ചിഞ്ചുവിനും മേമേനും ഞങ്ങളോട് അത്താണി തട്ടാണ്. ഇനി ബാക്കി അവരെന്നെ പാപ്പെടുത്തോണ്ടു. നാളെ വന്നാൽ ഞാൻ ചിലപ്പോ എടുക്കും ഷോർട്സ്. അതെ, സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കണ്ട്. ബൈ ബൈ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നമ്മൾ ഏകദേശം എത്ര മണിക്ക് പോയത്? 3:30. സാധനം കാണിച്ചു കൊടുക്കാം. എപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്? 3 മണിക്ക് ഇറങ്ങിയവിടുന്ന്. നമ്മൾ 3 മണി 3:15 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയതാ. ഇപ്പം സമയം 6:34 ഗൈസ്. നമ്മളിപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തിയത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഇനി നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഗൈസ്, നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കണേ. ഇപ്പം ഇത് കണ്ടോ നിങ്ങൾ? പാലട
ഇത് ടെക്സ്റ്റൈൽസ് നിന്ന് വാങ്ങിയതാണോ മാഡം? അല്ല, ടെക്സ്റ്റൈൽസ് അല്ല. നമ്മൾ 5000 രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്താൽ നമുക്ക് അവർ ഓണത്തിന്റെ വക ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണിത്. അപ്പോൾ ആദ്യം തന്നെ അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് ഇത് ചേച്ചിയുടെയാണ് കേട്ടോ. ഞാനിങ്ങനെ വെച്ച് കാണിച്ചു തരാം. എന്നാലും അപ്പം അതിൻ്റെ ഭംഗി. എൻ്റെ ഈ പാൻറ് ടൈറ്റ് ആയിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അതാണ് പ്രശ്നം പറ്റും. പക്ഷെ ഇത് ആക്ച്വൽ കളർ അല്ല കേട്ടോ ഇത് ഫോണിൽ കാണുന്നത്. ഇത് കുറച്ചുകൂടെ നല്ല ഉണ്ടോ? ഇതാണ് സെന്ററിൽ ഇങ്ങനെ ഈ വർക്ക് വന്നിട്ട്, ഇതാണ് പാൻറ് വരുന്നത്. പിന്നെ ഷാള് നല്ല അടിപൊളി ഫുൾ വർക്ക് വരുന്ന നല്ലൊരു ഷാളാണ്. ഒരുപാട് കട്ടിയൊന്നുമില്ല, നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഷാള്. അപ്പോൾ ഇത് അവളുടെ ഒരെണ്ണം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കുന്നുണ്ട്, നിങ്ങളത് നോക്കണ്ട. ആക്ച്വലി കളർ ഇതിനേക്കാൾ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, അത് കാണുന്ന കളറല്ല. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഇല്ലേ, ഇത് നമ്മുടെ ഒരു ടോപ്പ്, ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കുറച്ച് ലെങ്ത് ഉള്ള ഒരു ടോപ്പ്. പിന്നെ അടുത്തത് ഇതും ചേച്ചിയുടെയാണ്. അവള് മെറ്റീരിയൽ എടുത്തതാണ് ചുരിദാർ ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ. ഇങ്ങനെ ഇതിന്റെ ഒന്നും ആ ഭംഗി ഇതിൽ കിട്ടുന്നില്ല. ആക്ച്വലി ഇത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഗൈസ്. നല്ല ഗ്രീൻ ആണ് കേട്ടോ. ഇത് ഫോണിന്റെ പ്രശ്നം കൊണ്ടാണ്. ഫോണിന്റെ പ്രശ്നമല്ല, ലൈറ്റിങ് പല ലൈറ്റിങ് വരുമ്പം കളർ കറക്റ്റ് ആയിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരെണ്ണം. ഇനി ഇതും അടുത്തത് ചേച്ചിയുടെ തന്നെയാണ്. ഇത് നല്ല അടിപൊളി റെഡ്. ഇങ്ങനെ ഇതാണ് ഫ്രണ്ട്, ഇങ്ങനെ ഇതാണ് വർക്ക് വരുന്നത്. ഇത് അതിന്റെ പാൻറ്, ഇത് അതിന്റെ ഷോള്. ഇനി അത്രേ ഉള്ളൂ അവളെടുത്തത്. ഒന്നും ഒരു സാധനം എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ വന്ന ആളാണ് അവള്. എന്നിട്ട് അവള് എടുത്തതാണ് ഈ കാണുന്നത്. ബിക്കോസ് ഞാൻ ഓൾറെഡി കുറെ ഷോപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഇത് 860 രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. ആ പ്രൈസിന് നല്ല വേർത്താണ് സാധനം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് നോക്കൂ ഗൈസ്, ഇതാണ് എനിക്ക് ഓണത്തിന് അമ്മ എടുത്തതാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല ഒരു പിങ്ക് ആണ്. ആ പിങ്ക് ഒന്നും അല്ല കേട്ടോ ഇതില് കാണുന്നത്, നല്ല ഭംഗിയുള്ള പിങ്കാ. എന്നിട്ട് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഞാൻ ഫീഡിങ് സിബ് വെക്കും, കാരണം ഉണ്ണിയുള്ളതല്ലേ. ഇതിന്റെ ഷോള് ഇങ്ങനെയാ വരുന്നത്, ഫുൾ വർക്കായിട്ട് നല്ല രസമുണ്ട്. ആക്ച്വലി ഇത് ഞാൻ എടുത്തതിന്റെ കളർ. അതെ, കളർ ചേഞ്ച് ആണ്. ഇതിന് പാൻറ് അതെ, ഇതാണ് പാൻറ് വരുന്നത്. ഒരു അലമ്പ് ആയിട്ടാണ് ഞാൻ കാണിക്കണമെന്ന് എനിക്ക് ഇറങ്ങി ഇങ്ങനെയൊക്കെ കാണിക്കാൻ അറിയുള്ളൂ. അപ്പൊ ഇത് അതിന്റെ പാൻറ്. അപ്പൊ ഇതും എനിക്ക് എല്ലാം നല്ല രസമുണ്ട്. ഇനി അടുത്തത് രണ്ട് പാൻറ്, നല്ല നല്ല കട്ടിയുള്ള ജീൻസ് ആണ് ഗൈസ്. ഇത് ജീൻസ് അല്ല തോന്നുന്നു, ഇതിന്റെ പേര് എനിക്ക് അറിയില്ല. വെൽവെറ്റ്. വെൽവെറ്റിൽ വരുന്ന നല്ല അടിപൊളി പാൻറ്. ഇതൊരു ജീൻസ്, ഇത് കിച്ചന് വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തത്. ഇത്രയും പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ വെറും 10,000 സംതിങ് ഒക്കെ ആയിട്ടുള്ളൂ. നമ്മൾ എന്ന് കടയിൽ പോയാലും ഇതുപോലത്തെ ഒരു ബാഗും കൊണ്ടാണ് ഗൈസ് വരുന്നത്. ഇത് ബ്ലാക്ക് അല്ല, അത് ഡാർക്ക് ഗ്രീൻ ആണ് ആ വെൽവെറ്റ് പാൻറ് വരുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട്. ശരിയാണ്, അടുത്തുനിന്ന് നോക്കുമ്പോൾ ഗ്രീൻ ആണ് കേട്ടോ, നല്ല ഡാർക്ക് ഗ്രീനാ. അപ്പൊ അത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തത് ഗൈസ്. അപ്പൊ ഇനി പോയിട്ട് ഫ്രഷ് ആവട്ടെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.